നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ആഗോള കത്തോലിക്ക സഭയും മലങ്കര മാർത്തോമ സുറിയാനി സഭയും തമ്മിൽ ആരംഭിച്ച എക്യുമെനിക്കൽ ഡയലോഗിന്റെ രണ്ടാമത് സമ്മേളനം മാങ്ങാനം സ്പിരിച്വാലിറ്റി സെന്ററിൽ സമാപിച്ചു. വത്തിക്കാനിലെ എക്യുമെനിക്കൽ ഡിക്കാസ്ട്രി സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫ്ലവിയ പാച്ചെ, മലങ്കര മാർത്തോമ സുറിയാനി സഭ സഫ്രഗൻ മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത എന്നിവർ അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് ഫ്ലവിയ പാച്ചെ, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, റെവറൻ ഷിബി വർഗീസ്, റെവറൻ ഡോക്ടർ ഹിയാസിൻ ഡെസ്റ്റിവല്ലെ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സഭയുടെ സിനഡാലിറ്റി ദർശനങ്ങൾ, ദൗത്യം, വിശുദ്ധ മാമോദീസ തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര ചർച്ചകൾ യോഗത്തിന്റെ ഭാഗമായി നടന്നു. അടുത്ത വർഷവും ചർച്ചകൾ തുടരും. ലോകത്തിലെ വിവിധ സഭകളുമായി എക്യുമെനിക്കൽ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി കഴിഞ്ഞ വർഷമാണ് മാർത്തോമ സഭയുമായി ഡയലോഗിൽ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി മാർത്തോമ സഭയുടെ എപ്പിസ്കോപ്പൽ സിനഡ് അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആഗോള കത്തോലിക്ക സഭയുമായി എക്യുമെനിക്കൽ ബന്ധത്തിൽ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വഴി തുറക്കാൻ യോഗത്തിലെ ചർച്ചകൾ സഹായകരമായി. കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ആർച്ച് ബിഷപ്പ് ഫ്ലവിയ പാച്ചെ, ആർച്ച് ബിഷപ്പ് തോമസ് കൂർലോസ്, ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ട്, ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്, ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, റെവറൻ ഫാദർ അഗസ്റ്റിൻ കാടേപ്പറമ്പിൽ, റെവറൻ ഫാദർ ഫിലിപ്പ് നെൽപുര പറമ്പിൽ, റെവറൻ ഫാദർ ഹാസിൻഡെ ടെസ്റ്റിവല്ലെ എന്നിവരും മാർത്തോമ സഭയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഐസക് മാർ ഫിലിസിനോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, വെരി റെവറൻ ഡോക്ടർ കെ.ജി. പോത്തൻ, വെരി റെവറൻ ഡോക്ടർ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ, റെവറൻ ഡോക്ടർ വി.എസ്. വർഗീസ്, റെവറൻ ഷിബി വർഗീസ്, റെവറൻ അരുൺ തോമസ് എന്നിവരും പങ്കെടുത്തു. യുഎഇയിലെ പ്രവാസി സമൂഹത്തിന് അനുഗ്രഹീത അനുഭവമായി പുൽക്കൂട്ടിൽ പൂക്കാലം സംഗീത സന്ധ്യ. ഷാർജ മാർത്തോമ ഇടവകയും മാർത്തോമ സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസും ചേർന്നൊരുക്കിയ ക്രിസ്തുമസ് വിളംബര ഗാനസന്ധ്യ വിവിധ ഇടവക ഗായക സംഘങ്ങളുടെ വ്യത്യസ്തമാർന്ന ഗാനങ്ങളാലും വ്യത്യസ്ത കഴിവുകളുള്ള കുഞ്ഞുങ്ങളുടെ കലാപ്രകടനങ്ങളാലും വിസ്മയം തീർത്തു. ഇതാദ്യമായി ഇന്ത്യക്ക് പുറത്ത് DSMC ഒരുക്കിയ പുൽക്കൂട്ടിൽ പൂക്കാലം ഗാനസന്ധ്യയിൽ പ്രവാസികളായ നൂറുകണക്കിന് ആളുകൾ ശ്രോതാക്കളായി. മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ മുഖ്യ സന്ദേശം നൽകി. ചെറിയ കാര്യങ്ങളിൽ വലിയ സാധ്യതകളെ കണ്ടെത്തുവാൻ സാധിക്കുന്നത് ആർക്കാണ്? ക്രിസ്മസ് നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒന്നാമത്തെ ഒരു ചിന്തയായി ഞാൻ പങ്കുവയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തന്നെ സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് സ്വയം പരിമിതപ്പെടുത്തുന്നതായിട്ടുള്ള ദൈവകൃപയുടെ ആവിഷ്കാരം. രണ്ടാമത് സാധ്യതകളെ സാധ്യതകളാക്കുന്ന ദൈവകൃപയുടെ ആവിഷ്കാരമാണ്. സ്വയം പരിമിതപ്പെടുത്തുന്നതും ചെറിയ കാര്യങ്ങളിൽ വലിയ സാധ്യതകൾ കണ്ടെത്തുന്നതും അസാധ്യമായതിനെ സാധ്യമാക്കുന്നതുമായ അനുഭവമാണ് ക്രിസ്തുമസ് നൽകുന്ന സന്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടവക വികാരി റെവറൻ രഞ്ജിത്ത് ഉമ്മൻ ജോൺ അധ്യക്ഷനായിരുന്നു. DSMC ഡയറക്ടർ റെവറൻ ഉമ്മൻ കെ ജേക്കബ്, വിവിധ ഇടവകകളുടെ വികാരിമാരായ റെവറൻ ജിജോ തങ്കച്ചൻ, റെവറൻ ബിജി എം രാജു, റെവറൻ ബിനോയ് മാത്യു, റെവറൻ ലിനു ജോർജ്, റെവറൻ ജിജോ സി ഡാനിയൽ, റെവറൻ ബിജോ എബ്രഹാം തോമസ്, റെവറൻ അനീഷ് പി അലക്സ്, റെവറൻ ബിൻസു ഫിലിപ്പ്, റെവറൻ ടോം ജോൺ, ഇടവക സെക്രട്ടറി കോശി എബ്രഹാം, ജനറൽ കൺവീനർ വർഗീസ് എം മാത്യു എന്നിവർ പ്രസംഗിച്ചു. ഷാർജ, അബുദാബി, കരാമ, ദുബായ്, റാസൽ ഖൈമ ഇടവക ഗായക സംഘങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. കോട്ടയം കൊച്ചി ഭദ്രാസനാധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പയുടെ 75ാം ജന്മദിനം സ്തോത്ര ശുശ്രൂഷയോടെ ആഘോഷിച്ചു. മാങ്ങാനം ചെമ്മരപ്പള്ളി ബഥേൽ മാർത്തോമ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായി. തുടർന്ന് ചേർന്ന അനുമോദന സമ്മേളനത്തിൽ ഡോക്ടർ യുയാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റെവറൻ ഡേവിഡ് ഡാനിയൽ, സി
സീനിയർ വികാരി ജനറൽ വെരി റെവറൻ ഈശോ മാത്യു, വികാരി ജനറൽ വെരി റെവറൻ മാത്യു ജോൺ, ഭദ്രാസന സെക്രട്ടറി റെവറൻ അലക്സ് എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു. തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ മറുപടി പ്രസംഗം നടത്തി. വിവിധ സെന്ററുകളിലെ ഗായക സംഘങ്ങൾ ഒരുക്കിയ ഗാനങ്ങളും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുമായി മാർത്തോമാ സഭ ഡൽഹി ഭദ്രാസനം ഒരുക്കിയ ഗ്ലോറിയ ഇൻ എക്സൽസിസ് ക്രിസ്മസ് രാവ് അവിസ്മരണീയ അനുഭവമായി. ഇന്ദിരാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്രിസ്മസ് ഗാനസന്ധ്യയിൽ ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വിവിധ സെന്ററുകളിലെയും ധർമ്മജ്യോതി വിദ്യാപീഠിലെയും ഗായക സംഘങ്ങൾ ഗാനങ്ങൾ അവതരിപ്പിച്ചും ഗാസിയാബാദ് പബ്ലിക് സ്കൂളിലെയും ഡൽഹി സെന്റ് ജോൺ സ്കൂളിലെയും വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചും ഗാനസന്ധ്യ വർണ്ണാഭമാക്കി. ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ദൈവം ഒരു മനുഷ്യ പാഴ്സലായി നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ പങ്കുചേരുകയും ആ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ദൈവത്തോടും മനുഷ്യരോടും ഒത്തുള്ള കൂട്ടായ്മയിൽ ദൈവം സന്തോഷിക്കുന്നു. ദൈവഹിതം നിറവേറ്റുന്നവരും അനുസരിക്കുകയും ചെയ്യുന്നവരാകണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ നാം ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേലായി മനുഷ്യരോടുകൂടി പാർക്കുകയായിരുന്നു. ദൈവ സ്വഭാവമുള്ളവരായി ദൈവഹിതം അനുസരിക്കുന്നവരായി നാം മാറുമ്പോഴാണ് ക്രിസ്തുമസ് യാഥാർത്ഥ്യമാകുന്നതെന്ന് മാർ അപ്രേം എപ്പിസ്കോപ്പ പറഞ്ഞു. CNI സിനഡ് ജനറൽ സെക്രട്ടറി റെവറൻ അജിത് കുമാർ സന്ദേശം നൽകി. ബിഷപ്പ് സെക്രട്ടറി റെവറൻ ഡാനിയൽ തോമസ്, ഭദ്രാസന ട്രഷറർ AJ ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. വലുതാകാൻ വെമ്പൽ കൊള്ളുന്നവരുടെ കാലത്ത് ബലഹീനരുടെ ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ. തെള്ളിയൂർ MCRDയും മാരാമൺ സെന്റർ മാർത്തോമ യുവജന സഖ്യവും ചേർന്നൊരുക്കിയ വിണ്ണിൽ സംഗീതം സീസൺ 6 ക്രിസ്തുമസ് സന്ധ്യയിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ക്രിസ്തു ഒരു സംസ്കാരമാണ്, ചെറുതാകാനുള്ള സംസ്കാരം. ക്രിസ്തുവിനെ പോലെ ഉയർന്നു ചിന്തിക്കാൻ കഴിയുന്ന ആഘോഷമാകണം ക്രിസ്തുമസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെന്റർ യുവജന സഖ്യം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. MCRD കുട്ടികൾ, പ്രവർത്തകർ, വൈസ് മിനിറ്റ് എന്നിവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ശബ്ദമാധുര്യം കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന, പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിച്ച എലിസബത്ത് S. മാത്യുവിന്റെ ഗാനങ്ങൾ വേറിട്ട അനുഭവമായി. സെറിബ്രൽ പാൾസി രോഗത്തെ അതിജീവിച്ച് കളം അറ്റ് 24 എന്ന മലയാള സിനിമ സംവിധാനം ചെയ്ത രാകേഷ് കൃഷ്ണയെ ആദരിച്ചു. റെവറൻ മത്തായി ജോസഫ്, റെവറൻ ഡോക്ടർ ഐ ജോസഫ്, റെവറൻ ജോർജ് മാത്യു കരിക്കം, റെവറൻ പ്രജീഷ് P. മാത്യു, ഡോക്ടർ KK ജോൺസൺ, അഡ്വക്കേറ്റ് ഇബ്രഹാം മാത്യു പനശുമൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം തെക്കൻ തിരുവിതാംകൂറിൽ നിന്നുള്ള മുൻകാല പ്രവർത്തകരായ സുവിശേഷകരുടെയും കുടുംബ പെൻഷൻ സ്വീകരിക്കുന്നവരുടെയും ക്രിസ്തുമസ് കൂടിവരവ് ഡിസംബർ 17 രാവിലെ 10:30 കാട്ടാക്കട വയോജന മന്ദിരത്തിൽ നടക്കുമെന്ന് സംഘം ജനറൽ സെക്രട്ടറി അറിയിച്ചു. മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘം മുംബൈ ഭദ്രാസന വാർഷിക സമ്മേളനം വിറ്റ്നസ് 24 നല്ല സോപാറ ധ്യാനാശ്രമം ക്യാമ്പ് സെന്ററിൽ സമാപിച്ചു. മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ, വികാരി ജനറൽ റെവറൻ തോമസ് K. ജേക്കബ് എന്നിവർ മുഖ്യ നേതൃത്വം നൽകി. പ്രകാശിതരായി സൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാൻ എന്നതായിരുന്നു ചിന്താവിഷയം. റെവറൻ പ്രസാദ് മാത്യു, റെവറൻ KJ ഫിലിപ്പ്, റെവറൻ ജിനു ഡാനിയൽ, റെവറൻ പ്രതീഷ് M. ജോർജ് എന്നിവർ ബൈബിൾ ക്ലാസുകൾക്കും റെവറൻ സാംസൺ സാമുവൽ, റെവറൻ അലൻ T. സാമുവൽ ഗാന ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകി. സൈബർ സെക്യൂരിറ്റി എന്ന വിഷയത്തിൽ ബാബു തോമസ് ക്ലാസ് നയിച്ചു. വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സഖറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭദ്രാസനത്തിലെ 7 സെന്ററുകളിൽ നിന്നായി പട്ടക്കാരോടൊപ്പം 150 പ്രതിനിധികൾ പങ്കെടുത്തു. റെവറൻ സജി P. സൈമൺ, ജോൺ സാൽവി, രാജു ഐബ്, LC തോമസ് എന്നിവർ നേതൃത്വം നൽകി.
മാവേലിക്കര ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ആൻഡ് തെറാപ്പി സെന്ററും മാർത്തോമ യുവജന സഖ്യം മാവേലിക്കര സെന്ററും ചേർന്നൊരുക്കിയ ദിവ്യ ജ്യോതിസ് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ആരംഭമായി. റവറൻ തോമസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യാക്കി മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത മുഖ്യ സന്ദേശം നൽകി. ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ മജീഷ്യൻ മുഹമ്മദ് ഷാനുവിന്റെ നേതൃത്വത്തിൽ നടന്ന മാജിക് ഷോ ശ്രോതാക്കളിൽ വിസ്മയം തീർത്തു. ജ്യോതിസ് സ്പെഷ്യൽ സ്കൂൾ അധ്യാപക അനധ്യാപകരും വിദ്യാർത്ഥികളും തഴക്കര മാർത്തോമ ഇടവകയിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും ചേർന്നൊരുക്കിയ വെളിച്ച ഗോപുരങ്ങൾ എന്ന നാടകം വേറിട്ട അനുഭവമായി. ജ്യോതിസ് കുഞ്ഞുങ്ങളുടെ വ്യത്യസ്തമായ കലാപ്രകടനങ്ങളും സെന്റർ യുവജന സഖ്യം, സെന്റർ ക്ലർജി, സെന്റർ സേവികാ സംഘം, ജ്യോതിസ് ഫാമിലി, മെലോ ഏഞ്ചൽസ് ബാൻഡ് എന്നീ ഗായക സംഘങ്ങളുടെ ക്രിസ്തുമസ് ഗാനങ്ങളും ദിവ്യ ജ്യോതിസിനെ ശ്രദ്ധേയമാക്കി. ഭദ്രാസന സെക്രട്ടറി റവറൻ ഡോക്ടർ സാംസൺ എം ജേക്കബ്, ട്രഷറർ KV മാത്യു, റവറൻ PT ഈശോ എന്നിവർ സംസാരിച്ചു. മാവേലിക്കര സെന്റർ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഒരു ഫുഡ് ഫെസ്റ്റും ഒരുക്കിയിരുന്നു. ലഭിച്ച വരുമാനത്തിന്റെ വിഹിതം ജ്യോതിസ് ഡയറക്ടർ റവറൻ വിനോദ് ഈശോ ഏറ്റുവാങ്ങി. മാർത്തോമ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് നേതൃത്വത്തിൽ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ഗാനവിരുന്ന് ഹൃദ്യ അനുഭവമായി. ഫെലോഷിപ്പ് കേന്ദ്ര ഭദ്രാസന ഗായക സംഘങ്ങൾ ഗാനവിരുന്നൊരുക്കി. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ സന്ദേശം നൽകി. ഭക്ഷണം കഴിക്കാനൊക്കാതെ വന്നിട്ടുള്ളവരാണ്. നിരന്തരമായി അഭയാർത്ഥിയായി യാത്ര ചെയ്യേണ്ടി വന്നവരാണ്. ഇങ്ങനെയുള്ള ഒരു ലോകമാണ് മോനെ. നീ ഈ ലോകത്തിന് ഒരു നന്മ വരുത്തണം. നിന്റെ ജീവിതം അതിനായിട്ടുള്ളതാണെന്നാണ് പരിശുദ്ധാത്മാവ്, ദൈവദൂതന്മാർ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത്. ഫെലോഷിപ്പ് വൈദിക വൈസ് പ്രസിഡന്റ് റവറൻ PT ജേക്കബ് അധ്യക്ഷനായിരുന്നു. വികാരി ജനറൽ വെരി റവറൻ KY ജേക്കബ്, ഫെലോഷിപ്പ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം ജോസഫ്, വൈസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ്, ട്രഷറർ ജേക്കബ് ജോർജ്, ഭദ്രാസന ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോർജ് വർഗീസ്, റവറൻ ജോജി K മാത്യു, O ബേബിക്കുട്ടി, റവറൻ എബ്രഹാം സ്കറിയ എന്നിവർ പ്രസംഗിച്ചു. കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ ഇടവക അംഗം ഭവനരഹിതർക്ക് ഭവനമൊരുക്കുന്ന പദ്ധതിക്കായി കുരിയന്നൂരിൽ ദാനമായി നൽകിയ സ്ഥലത്തിന് മാർ ക്രിസോസ്റ്റം നഗർ എന്ന് പേരിട്ടു. ഭവനരഹിതരായ 5 പേർക്ക് ആദ്യഘട്ടമായി ഇവിടെ വീടുകൾ നിർമ്മിക്കും. ഭാഗ്യസ്മരണീയനായ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ ദർശനം ഉൾക്കൊണ്ടാണ് ഭവനരഹിതർക്ക് വീടൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഭൂമി ദാനമായി നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി കുറുന്തോട്ടിക്കൽ അച്ഛൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പാരിഷ് ഫെസ്റ്റ് പ്രശസ്ത ഗായികയും അരൂർ MLAയുമായ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി റവറൻ എബ്രഹാം തോമസ് അധ്യക്ഷത വഹിച്ചു. കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോയി ഫിലിപ്പ്, ഇടവക വൈസ് പ്രസിഡന്റ് ബാബു കൈതവന, ട്രസ്റ്റി ബിനു പരപ്പുഴ, അക്കൗണ്ട് ട്രസ്റ്റി സെൻമോൻ വി ഫിലിപ്പ്, സെക്രട്ടറി ഷിബു K ജോൺ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ, കലാപരിപാടികൾ, യുവജന സഖ്യത്തിന്റെ ക്രിസ്തുമസ് വിളംബര ഗാനസന്ധ്യ, കാഹളം 2024, ഇടവക അംഗങ്ങളായ വ്യവസായ സംരംഭകരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും ക്രമീകരിച്ചിരുന്നു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ജംഗമകോട്ട മിഷൻ സെന്ററിന്റെ കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അനുപമഹള്ളി മാർത്തോമ സിറിയൻ ചാപ്പലിന്റെ കൂദാശ 15 വൈകുന്നേരം 4 മണിക്ക് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ നിർവഹിക്കും. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി K ജോഷുവ, ചെയർമാൻ റവറൻ ജെയിംസ് M കോശി വീരമല, മിഷണറി റവറൻ സ്റ്റാൻലി ജോൺ സക്കറിയ, ട്രഷറർ ഇടുക്കുള വർഗീസ്, സുവിശേഷകൻ അനിൽ തോമസ് തുടങ്ങിയവർ പങ്കെടുക്കും. ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ ഇടവകയുടെ സ്പോൺസർഷിപ്പിൽ വാങ്ങിയ ഭൂമിയിൽ ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ഇടവക ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായാണ് ചാപ്പൽ നിർമ്മിച്ചത്. മാർത്തോമ യുവജന സഖ്യം റാന്നി നിലയ്ക്കൽ ഭദ്രാസനം ഒരുക്കിയ ഇടയ സംഗീതം ക്രിസ്തുമസ് ഗാനസംഖ്യ അനുഗ്രഹീതമായി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ അധ്യക്ഷതയിൽ മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറനിയോസ് മുഖ്യ സന്ദേശം നൽകി. 101 അംഗ ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു. ഇടവക ശുശ്രൂഷകർക്കും സുവിശേഷകർക്കും ക്രിസ്തുമസ് സമ്മാനമൊരുക്കി തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനം. ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഇടവക ശുശ്രൂഷകരുടെയും സുവിശേഷകരുടെയും ക്രിസ്തുമസ് സ്നേഹസംഗമം മണ്ണന്തല യുഹാനോൻ മാർത്തോമ സ്റ്റഡി സെന്ററിൽ നടന്നു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. റവറൻ സജീവ് P കോശി മുഖ്യ സന്ദേശം നൽകി. ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു ഓപ്ലാവിലയിൽ, സുവിശേഷകരുടെ കൺവീനർ A സാമുവൽ എന്നിവർ നേതൃത്വം നൽകി.
മാർത്തോമ CSI ഐക്യ ആരാധന തേവലക്കര ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിൽ ഒരുക്കി. വികാരി റെവറൻഡ് സക്കറിയ അലക്സാണ്ടർ നേതൃത്വം നൽകി. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.